എൻജോയ് ദി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു പ്രൂണിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തായിരിക്കും അഡീനിയം ബ്രാഞ്ച് പ്രൂൺ ചെയ്യാനായിരിക്കും, ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അതല്ല, നമ്മൾ അറേബ്യൻ ചെടികളുടെ ലീഫ് പ്രൂൺ ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാലാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം മനസ്സിലാവും. ചെറിയ മഴയുണ്ട്, ഇന്ന് ലേശം നല്ല വെയിലും തെളിഞ്ഞ കാലാവസ്ഥയുണ്ട്. അപ്പോൾ നമ്മളെ ചെടികൾക്ക് നല്ല കോഡക്സ് വലുതാവാനും അതുപോലെ തന്നെ മഴക്കാല സംരക്ഷണം കൂടിയിട്ടാണ് നമ്മൾ അറേബ്യൻ ചെടികളുടെ ലീഫ് പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് സാധാരണ അറേബ്യൻ ചെടികളൊക്കെ ഇതൊക്കെ അറേബ്യൻ ചെടികളാണ്, ഇതെല്ലാം അറേബ്യൻ ചെടിയാണ്. ഇതിലൊക്കെ നന്നായി ലീഫുണ്ട്. ഈ ലീഫുകളിലൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇത് കുറച്ച് ഒരു 2 ആഴ്ച മുന്നേ ലീഫ് പ്രൂൺ ചെയ്തതാണ്. ഇപ്പം മഴക്കാലത്തോടനുബന്ധിച്ച് നമുക്ക് ഈ ഇലകളിലൊക്കെ ഉണ്ടോ, ഈ ഇലകളിലൊക്കെ ഇങ്ങനെ പുള്ളിക്കുത്ത് അങ്ങനെയുള്ള സംഭവമുണ്ട്. ഇത് നമ്മളെ മഴക്കാലത്ത് ഉണ്ടാകുന്നൊരു ചെറിയൊരു ഫംഗലാണത്. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ മഴക്കാലത്ത് അറേബ്യൻ ചെടികളുടെ ഒരു സംരക്ഷണം, അതിനെ നമ്മൾ ലീഫുകൾ പ്രൂൺ ചെയ്യും. അത് ചെടികളുടെ വളർച്ചയ്ക്ക്, ഓൾ ഓവർ വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ കോഡക്സ് വലുതാവാനും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് അറേബ്യൻ ചെടികളുടെ ആയിട്ട്. അതുപോലെ മറ്റേ അഡീനിയൻ ചെടികളുടെ ലീഫ് പ്രൂൺ ചെയ്യാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്ത് നല്ല ബുഷിയായിട്ട് ഇലകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാര്യം, ബ്രാഞ്ചുകൾ കറക്റ്റായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഇലകളുടെ വെയിറ്റും ഫ്ലവറിങ്ങിൻ്റെ ടൈമാണ് ഇപ്പോൾ, ആ ഫ്ലവറിൻ്റെ ടൈം ഇതൊന്നും കൂടുമ്പോൾ ബ്രാഞ്ചസ് താഴത്തേക്ക് വരും. അപ്പോൾ അതിനെ പ്രൂൺ ചെയ്യണത് നല്ലത് തന്നെയാണ്. പക്ഷേ നല്ല വെയിലുള്ള ദിവസം നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രൂൺ ചെയ്യാനായിട്ട്, ഇലകൾ പ്രൂൺ ചെയ്യാനായിട്ട്. അതിപ്പോൾ അറേബ്യൻ ചെടികളായാലും അഡീനിയ ആയാലും പ്രൂണിങ്ങിന് ഏറ്റവും ബെസ്റ്റാണ് നല്ല വെയിലുണ്ടാവണം. കാരണം ആ വെയിലത്ത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെടിയിൽ നിന്നൊരു ലിക്വിഡ് വരും. ആ ലിക്വിഡ് നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഇത് ഒരു മഴക്കാല സംരക്ഷണം. അപ്പം നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഒരു ദിവസം നിങ്ങൾ നല്ല വെയിലുള്ള ദിവസം നോക്കിയിട്ട് നമ്മൾ ലീഫുകൾ പ്രൂൺ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പരിപാടി ആണെങ്കിൽ പിറ്റത്തെ ദിവസം നല്ല കാലാവസ്ഥയാണ്, നല്ല മഴയില്ലാത്ത കാലാവസ്ഥയാണെങ്കിൽ അതേപോലെയല്ല നമുക്ക് വേണമെങ്കിൽ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നന്നായി ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് ഒരു മഴക്കാല സംരക്ഷണം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 2-3 ചെടികൾ, ഒത്തിരി ചെടികൾ നമ്മൾ പ്രൂൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ചെടി നമ്മൾ പ്രൂൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളത് കണ്ടുവരിക. പിന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ചെറിയൊരു അഭ്യർത്ഥനയാണ്. അതുപോലെ ചെടികളും വിത്തുകളൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്താലും ഞാൻ എടുക്കും. അപ്പോൾ ഓണത്തിൻ്റെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീനിയൻ ചെടികൾ, അറേബ്യൻ ചെടികൾ, അതുപോലെ വിത്തുകൾ, ഒത്തിരി വിത്തുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്തൊക്കെ ആണെങ്കിൽ നാട്ടിൽ ലേശം മഴ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. എന്നാലും മഴയുണ്ട്, നമ്മൾ ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ മഴയത്ത് വിത്ത് മുളപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തുകൾ മുളപ്പിക്കാനൊക്കെ പറ്റും, ഇല്ല എന്നൊന്നും നമ്മൾ പറയില്ല. കാരണം നല്ലൊരു ഹ്യൂമിഡിറ്റി ഉള്ള കാലാവസ്ഥ ഉണ്ടായാൽ മതി വിത്തുകൾ ജെർമിനേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ പ്ലാന്റുകൾ ആയാലും ഇപ്പോൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. കാരണം ഒത്തിരി മഴയില്ല, എന്നാൽ ഒരു ഷെയ്ഡി ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ പ്ലാന്റുകൾ മേടിച്ച് നിങ്ങൾ പോട്ട് ചെയ്ത് വെക്കുക. ഒരു 10-15 ദിവസത്തേക്ക് നിങ്ങൾ പോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ സെയിൽസുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അറേബ്യൻ ചെടികൾ വിത്തുകളൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലീഫ് പ്രൂണിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ലീഫ് പ്രൂൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക. അതിന് അറേബ്യൻ ചെടി, ഇത് എന്ത് ഭംഗിയുള്ള ചെടിയാണെന്നൊക്കെ ഉണ്ടോ, നല്ല ഇലകളൊക്കെ വന്ന് നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്ന സമയം. പക്ഷെ ഇതിലെന്ത് സംഭവം വെച്ചാൽ ഇവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചീച്ചിലും കാര്യങ്ങളും, കോഡക്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രാഞ്ചുകൾ ചീഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിതിൻ്റെ ലീഫുകൾ പ്രൂൺ ചെയ്യും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് എങ്ങനെ ലീഫുകൾ പ്രൂൺ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ബുഷിയായിട്ട് എന്ത് നല്ല ഷേപ്പിൽ നിൽക്കുന്ന ചെടിയാണെങ്കിൽ ഈ ചെടീനെ നമ്മൾ വെറും എല്ലും കോലാക്കാൻ പോവുക. പക്ഷെ അത് ചെടിക്ക് നല്ലതിനെയാണ്. ചെടിയുടെ സൈസ് ഒന്നുകൂടി വലുതാവും, കോഡക്സ് ഒന്നുകൂടി സൈസാവും, മനസ്സിലായോ. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ചെടീനെ സംരക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ലീഫ് പ്രൂണിങ്ങിലൂടെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്, മനസ്സിലായി. അപ്പോൾ
ലീഫ് പ്രൂണിങ് സിമ്പിളായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇത്ര നല്ല ചെടി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കത്രി എടുക്കുക, നല്ല കത്രി ആവണം. അതിൻ്റെ ലീഫുകൾ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല മഴയുള്ള ദിവസം ചെയ്യരുത്. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ നിങ്ങളിതിൻ്റെ അറേബിക്കൻ ചെടികളുടെ ലീഫ് പ്രൂൺ ചെയ്യുക. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ ഇതിന്മേന്നൊരു ലിക്വിഡ് വരും. ഇപ്പോൾ ഞാൻ ഈ പ്രൂൺ ചെയ്തവിടുന്ന് ഒരു ലിക്വിഡ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ലിക്വിഡ് പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. പിന്നെ നമുക്കത് നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലിക്വിഡ് ഡ്രൈ ആവും. അപ്പോൾ ചെടിക്ക് വേറെ കംപ്ലയിൻസ്, പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ചെടിക്ക് വരില്ല. മനസ്സിലായ? അപ്പം നല്ല വെയിലുള്ള ദിവസം നോക്കിയിട്ട് നിങ്ങൾ ലീഫ് പ്രൂൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ എല്ലാ ലീഫുകളും നല്ല കത്രിക വെച്ചിട്ട് എടുക്കുക. ഇങ്ങനെ എന്ത് സംഭവം വെച്ചാൽ നിങ്ങൾ കത്രിക ഒന്ന് സാനിറ്റൈസ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഇന്ന് ഒത്തിരി പ്ലാന്റുകൾ ഇങ്ങനെ ലീഫ് പ്രൂൺ ചെയ്യാനുണ്ട്. അപ്പോൾ കുറക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരെണ്ണം ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് നിങ്ങളുടെ അറിവിലേക്കായിട്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കത്രിക സാനിറ്റൈസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളെ ചെടിയുടെ ലീഫ് പ്രൂണിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഷേപ്പ് നോക്കുക നിങ്ങൾ കാണാനായിട്ട്. ആണോ? ഇതാണിപ്പോൾ നമ്മൾ ലീഫ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ ചെടി. സൂപ്പറായിട്ടില്ലേ? ഇപ്പോൾ കാണാനാണോ ഭംഗി, നേരത്തെ കാണാനാണോ ഭംഗി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് പ്രൂൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഈ തളിർപ്പ് വരുന്ന ഒരു ചെറിയ ഇലയുണ്ടാവും, അത് ഇവിടെ നിർത്തണം. ബാക്കിയുള്ളത് നിങ്ങൾ പ്രൂൺ ചെയ്ത് കളയാം. ഇതിലെന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്മേ ലീഫിൽ മഴ കൊണ്ടു കഴിഞ്ഞാൽ ലീഫ് പെട്ടെന്ന് ചീഞ്ഞു പോവുക, അങ്ങനെ ഫംഗൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനൊക്കെ ആയിട്ട് നമ്മൾ അറേബിക്കൻ ചെടികൾ നമ്മൾ ലീഫുകൾ പ്രൂൺ ചെയ്ത് കൊടുക്കും. അത് മാത്രമല്ല നമുക്കിതിൻ്റെ കോഡക്സും കാര്യങ്ങളൊക്കെ സൈസായി വരാനും നമ്മൾ അറേബിക്കൻ ചെടികൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കും. ഇതിന് ശേഷം നമ്മളൊരു ഇപ്പോൾ നല്ല വെയിലുള്ള ദിവസമാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നല്ലൊരു ദിവസം, നല്ല വെയിലുള്ള ദിവസം നോക്കി നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് നന്നായി സാഫ് ഫംഗിസൈഡ് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഇങ്ങനെയാണ് അറേബിക്കൻ ചെടികളുടെ ലീഫ് പ്രൂണിങ്. നമ്മൾ ഒത്തിരി പ്ലാന്റ്സുകൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ചെടികളാണ് നമ്മൾ ഇന്ന് ലീഫ് പ്രൂൺ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ലീഫുകളൊക്കെ പ്രൂൺ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ചെറിയൊരു നല്ലൊരു വെയിലുള്ള ദിവസമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്രയധികം ചെടികൾ ഒരുമിച്ച് ലീഫൊക്കെ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും മഴക്കാല സംരക്ഷണം, അല്ലെങ്കിൽ ഇത് മഴക്കാല സംരക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെടികളുടെ കോഡക്സ് വലുതാവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ലീഫുകൾ പ്രൂൺ ചെയ്യണത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ചെടികളും വിത്തുകളും ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്, താങ്ക് യു.